ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, എനിക്കു വേലാശയം നിന്റെ യേശു മാത്രമേ, എനിക്കു വേലാശയം നിന്റെ യേശു മാത്രമേ. എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സ് നൽകണേ, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സ് നൽകണേ. തരുന്ന ദൂതുകൾ ആർക്കും ധൈര്യമോദിടാം, തരുന്ന ദൂതുകൾ ആർക്കും ധൈര്യമോദിടാം. വരുന്നതെന്തും വരട്ടെന്നല്ലാതെ എനിക്കു പാടില്ല, വരുന്നതെന്തും വരട്ടെന്നല്ലാതെ എനിക്കു പാടില്ല. യേശു വരുന്നിഹേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ, യേശു വരുന്നിഹേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ. നാശമില്ല രാജ്യം അതിലെ രാജനും തന്നെ, നാശമില്ല രാജ്യം അതിലെ രാജനും തന്നെ. കുരിശിൽ തൂങ്ങിയോൻ വരുന്നു രാജരാജനായി, കുരിശിൽ തൂങ്ങിയോൻ വരുന്നു രാജരാജനായി. ധരയിൽ അവനു ചീയറിപ്പാനുള്ള കൊതിക്കുന്നേ, ധരയിൽ അവനു ചീയറിപ്പാനുള്ള കൊതിക്കുന്നേ. മഹത്വമുള്ളവൻ പണ്ടു കഴുതമേൽ തന്നെ, മഹത്വമുള്ളവൻ പണ്ടു കഴുതമേൽ തന്നെ. സിയോൻ നഗരിക്കരികിലണഞ്ഞ കാലം വന്നിടും, സിയോൻ നഗരിക്കരികിലണഞ്ഞ കാലം വന്നിടും. ദേശം ദേശമായി യേശു ഭരണം ചെയ്യുമ്പോൾ, ദേശം ദേശമായി യേശു ഭരണം ചെയ്യുമ്പോൾ. മോശക്കാരൻ ഇവിടെ കണ്ടോർ കൂടെ വാണിടും, മോശക്കാരൻ ഇവിടെ കണ്ടോർ കൂടെ വാണിടും. ദേശം ദേശമായി യേശു ഭരണം ചെയ്യുന്ന ഒരു നാൾ വരുന്നു. ഇന്ന് മോശക്കാരായി കാണപ്പെടുന്നവർ അവിടെ കൂടെ വാഴും. ഇന്ന് മോശമായും താണവരായും അപകൃഷ്ടരായും കാണപ്പെടുന്നവർ അന്ന് യേശുവിനോട് വാഴും. ദൈവത്തിന് സ്തോത്രം. അത് സാധിക്കണമെങ്കിൽ ഇന്ന് നാം കുളിച്ച് വസ്ത്രം ധരിച്ച് തൈലം പൂശി ബോവസിൻ്റെ കാൽക്കൽ ചെന്ന് കിടക്കണം, കാൽക്കൽ തന്നെ കിടക്കണം. ബോവസിൻ്റെ പാദപീഠത്തിൽ തന്നെ നാം കിടക്കണം. ഇന്ന് ബോവസിൻ്റെ കാൽക്കൽ കിടക്കുന്നില്ലെങ്കിൽ, ഇന്ന് കുളിക്കുകയും വസ്ത്രം ധരിക്കുകയും തൈലം പൂശുകയും ചെയ്യുന്നില്ലെങ്കിൽ അന്ന് കൂടെ വാഴുവാൻ സാധ്യമല്ല. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം മുതൽ. നീ ചേർന്നിരുന്ന ബാലിക്കാരത്തിയുടെ യജമാനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ? അവൻ ഇന്ന് രാത്രി കളത്തിൽ യവൻ തൂറ്റുന്നു. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്നുകുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്തു ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. അതിന് അവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ എന്ത് ചെയ്യണം എന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. നിന്നെ വഴി നടത്തുവാൻ ഒരു ബോവസ് ഉണ്ട്. ബോവസ് വീണ്ടെടുപ്പുകാരനാണ്. ബോവസ് വീണ്ടെടുപ്പിനുള്ള അധികാരമുള്ളവനാണ്. ബോവസ് വീണ്ടെടുപ്പാനുള്ള അവകാശമുള്ളവനാണ്. രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ കേന്ദ്ര വിഷയം തന്നെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. വീണ്ടെടുക്കപ്പെടാത്തവരെ വീണ്ടെടുക്കപ്പെടുന്നു. വീണ്ടെടുപ്പിന് അർഹത പോലും ഇല്ലാത്തവരെ വീണ്ടെടുക്കപ്പെടുന്നു. വീണ്ടെടുക്കുന്ന ആൾ വൻ വില കൊടുക്കേണ്ടി വരുന്നു.
സ്വന്തം താല്പര്യങ്ങൾ ബലികഴിക്കേണ്ടി വരുന്നു, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നു. വീണ്ടെടുക്കുന്നയാൾ വീണ്ടെടുക്കപ്പെടാനുള്ള ആൾക്ക് വേണ്ടി വലിയ വില കൊടുത്ത് വൻ ചെലവ് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ബോവസ് വലിയ വില കൊടുക്കാൻ തയ്യാറായി. ബോവസ് വീണ്ടെടുപ്പുകാരനാണ്. നാം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം, ബോവസിൻ്റെ വയലിൽ കേവലം ഒരു വേലക്കാരിയായി ചെന്നവളാണ് രൂത്ത്. അന്യദേശക്കാരത്തി, അന്യജാതിക്കാരത്തിയായ രൂത്ത് ബോവസിൻ്റെ വയലിൽ കാലാവൃക്കുവാൻ ചെന്നതാണ്. കൊയ്യുന്നവരുടെ പിറകെ നടക്കാൻ, കൊയ്യുന്നവരെ പോലെ ചേർന്ന് കൊയ്യാൻ കഴിവില്ല, അറിഞ്ഞുകൂടാ, അവരുടെ പരിചയമില്ല, കൊയ്യുന്നവരുടെ പിറകെ നടക്കാൻ മാത്രം ചെന്നവളാണ്. എന്നാൽ അവളിതാ ബോവസിൻ്റെ ഭാര്യയാകാൻ പോകുന്നു, ബോവസിൻ്റെ മണവാട്ടിയാകാൻ പോകുന്നു, ബോവസിൻ്റെ കാന്തയാകാൻ പോകുന്നു. വലിയൊരു മഹാഭാഗ്യമാണ് രൂത്തിന് ലഭിക്കുന്നത്. രൂത്തിൻ്റെ ജീവിതത്തിലെ ഒരു തീരുമാനം അവളുടെ ജീവിതത്തെ മാത്രമല്ല തലമുറകളെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് ആക്കുന്നതിന് മുഖാന്തരമായി തീർന്നു. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു തീരുമാനവും വ്യക്തമായൊരു വേർതിരിവും വ്യക്തമായൊരു സമർപ്പണവും വന്നാൽ തലമുറകൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യും. രൂത്ത് നവമിയുടെ കൂടെ പുറപ്പെടാൻ തീരുമാനിച്ചു. അവളുടെ ഭാവി ഓർത്തില്ല, ഭാവി എന്താകുമെന്ന് ചിന്തിച്ചില്ല. ഒറ്റയ്ക്ക് ഈ അന്യദേശത്തേക്ക് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അവൾ ആലോചിച്ചില്ല. വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നു രൂത്തിൻ്റെ തീരുമാനം. വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു അത്. എന്തും വരട്ടെ എന്നുള്ള തീരുമാനം. അതിൻ്റെ പിന്നിൽ അവളെ പ്രേരിപ്പിച്ചത് അമ്മായിയമ്മയ്ക്ക് ഒരു കുളിർമ കൊടുക്കണമെന്നുള്ള ചിന്തയാണ്, അമ്മായിയമ്മയെ താങ്ങണമെന്നുള്ള ചിന്തയാണ്, അമ്മായിയമ്മയെ സഹായിക്കണമെന്നുള്ള ചിന്തയാണ്, അമ്മായിയമ്മയ്ക്ക് അനുഗ്രഹം ലഭിക്കത്തക്കവണ്ണം എന്നാൽ ആവത് ചെയ്യണമെന്നുള്ള ചിന്തയാണ്. തന്നെ മറന്നു മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് അനുഗ്രഹം സമൃദ്ധിയായി ലഭിക്കും. നാം വായിക്കുന്നത്, അമ്മായിയമ്മ ഈ മകൾക്ക് വേണ്ടി കരുതുന്നു. മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്കൊരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ എന്ന് അമ്മായിയമ്മ ചോദിക്കുന്നു. അവൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഈ അമ്മായിയമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ രൂത്തിനെ സഭ, മണവാട്ടിയായ സഭയായും ബോവസിനെ മണവാളനായ ക്രിസ്തുവായും നവമിയെ പരിശുദ്ധാത്മാവായും രൂപകൽപ്പന ചെയ്യാവുന്നതാണ്. രൂപകാലങ്കാരം പ്രയോഗം നമുക്ക് ഇവിടെ പ്രയോഗിക്കാവുന്നതാണ്. രൂത്ത് സഭ, മണവാട്ടി സഭ, ബോവസ് മണവാളനായ കർത്താവായ യേശുക്രിസ്തു, നവമി പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരുന്നു. എന്താണ് ചെയ്യേണ്ടത്? വിശ്രമത്തിന്, സമാധാനത്തിന്, സൗഖ്യത്തിന്, ആശ്വാസത്തിന്, ശാന്തിപ്രദമായ ജീവിതത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തരുന്നു. നവമി പറഞ്ഞു തരുന്നു, മോളെ, നീ ഒരു കാര്യം ചെയ്യുക. നിൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും. എന്താണ് എന്ന് നീ തന്നെ കണ്ടറിയും, നീ തന്നെ അനുഭവിച്ചറിയും. നീ ഒരു കാര്യം ചെയ്യൂ. നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. നീ കളത്തിൽ ചെല്ലുമ്പോൾ ആ കൃഷിയിടത്തിൻ്റെ യജമാനായ ബോവസ് ഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹം കിടക്കാൻ വരുമ്പോൾ, മകളെ, നീ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ചെന്ന് കിടന്നുകൊള്ളുക. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ചെന്ന് കിടന്നുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അമ്മായിയമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് തരുന്നൊരു നിർദ്ദേശം നാം കഴുകൽ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതാണ്. കഴുകൽ പ്രാപിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയത്തിൽ വിശുദ്ധി. പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം, രണ്ടാമത്തെ നിർദ്ദേശം, നാം ശുദ്ധീകരണം പ്രാപിച്ചാൽ മാത്രം പോരാ, തൈലം പൂശണം. കഴുകൽ പ്രാപിക്കണം, നാം തൈലം പൂശണം. പരിശുദ്ധാത്മാവ് തരുന്ന അടുത്ത നിർദ്ദേശം, നാം വസ്ത്രം ധരിക്കണം. എന്താണ് തൈലം പൂശുക എന്ന് പറഞ്ഞാൽ? തൈലത്തിന് സുഗന്ധമുണ്ട്. തൈലത്തിന് സുഗന്ധമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം മൂലം മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുന്നവരായി നാം നിൽക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് സുഗന്ധം നമ്മിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? നാം തിരുവചനം വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണാം, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു.
തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറയാൻ കാരണം എന്താണ്? അവിടെ തൈലം നന്ദിയുടെ പ്രകടനമാണ്. നന്ദി, ജീവിതത്തിൽ ലഭിച്ച മഹാസൗഭാഗ്യമോർത്തുള്ള നന്ദി, ആ നന്ദിയുടെ പ്രകടനം. മരിച്ച് 4 ദിവസമായി കല്ലറയിൽ വെച്ചു ജീർണിച്ചു തുടങ്ങിയ ലാസറിൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റു. ചരിത്രത്തിലൊരു മഹാത്ഭുതം, ഒരിക്കലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്തൊരു മഹാത്ഭുതം. മരിച്ചു, 4 ദിവസം കഴിഞ്ഞു, ശവപ്പെട്ടിയിൽ വെച്ചു, ശവമഞ്ചം ചുമന്നുകൊണ്ട് കല്ലറയിലേക്ക് നടന്നു, കല്ലറയിലെത്തി, ശവമഞ്ചം കല്ലറയിൽ വെച്ചു, കല്ലറ അടച്ച് മുദ്രയിട്ട് എല്ലാവരും തിരികെ പോന്നു. ദിവസം 4 കഴിഞ്ഞു, ആ ശരീരം ജീർണിച്ചു തുടങ്ങി, ദുർഗന്ധം വമിച്ചു തുടങ്ങി. ദുർഗന്ധം വമിക്കുന്ന ശരീരം ഉയർത്തെഴുന്നേറ്റു, ജീവൻ പ്രാപിച്ചു. അത്ഭുതം, മഹാത്ഭുതം സംഭവിച്ചു. ലാസർ ഉയർത്തെഴുന്നേറ്റു. ലാസർ ഉയർത്തെഴുന്നേറ്റപ്പോൾ സഹോദരിമാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. മാർത്തയും മറിയയും ആനന്ദനൃത്തം ചെയ്തു. സന്തോഷം തുടിക്കുന്ന ഹൃദയത്തോടെ, ആനന്ദവായ്പോടെ അവർ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങോട്ട് പോയപ്പോൾ മൂടിക്കെട്ടിയ ഹൃദയത്തോടെ, വാടി മങ്ങിയ മനസ്സോടെ കല്ലറയിലേക്ക് നടന്നു. എന്നാൽ ഇപ്പോൾ ലാസറിനെയും കൂട്ടിക്കൊണ്ട് സന്തോഷം വിടർത്തിയ മുഖത്തോടെ വീട്ടിലേക്ക് വരികയാണ്. യേശുക്രിസ്തു കൂടെയുണ്ട്. ഇപ്പോൾ മരിച്ച് 4 ദിവസമായി ലാസർ അവരുടെ കൂടെ നടന്നു വരുന്നു. 4 ദിവസം മുൻപ് ഈ ലാസറിനെ ശവമഞ്ചത്തിൽ വെച്ച് ചുമന്നുകൊണ്ട് പോയതാണ്. ഏങ്ങലടിച്ചുകൊണ്ട് ഈ സഹോദരിമാർ പിന്നാലെ നടന്നതാണ്. എന്നാൽ ഇന്ന് ആ ലാസർ നടന്ന് വീട്ടിലേക്ക് വരുന്നു. അവരെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കി. യേശുവുണ്ട്, യേശുവിന് ശിഷ്യന്മാരുണ്ട്, ലാസർ കൂടെ പന്തിയിലിരിക്കുന്നുണ്ട്. യേശു സന്തോഷത്തോടെ ലാസറിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. ശിഷ്യന്മാർ ആനന്ദത്തോടെ ചുറ്റിയിരിക്കുകയാണ്. ആനന്ദം നിറഞ്ഞ ഒരു നല്ല ഭവനം. അവിടെ മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു. മറിയ വിലയേറിയ സ്വച്ഛിടാമാംസി തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാലിൽ പൂശുന്നു. നമുക്ക് വായിക്കാം, യോഹന്നാന് ശേഷം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യേശു മരിച്ചെഴുന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഒരു റാത്തൽ കൊണ്ടുവന്ന് കർത്താവായ യേശുവിൻ്റെ കാലിൽ പൂശി. കർത്താവായ യേശുവിൻ്റെ കാൽക്കൽ ആ തൈലഭരണി പൊട്ടിച്ചു. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ഭവനം സുഗന്ധമുള്ളതാണോ? നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്നതാണോ? നമ്മുടെ കുടുംബത്തിലെ പെരുമാറ്റം മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതാണോ? ആനന്ദം പകരുന്നതാണോ? നമ്മുടെ ജോലി സ്ഥലത്ത് നാം ഒരു അസറ്റാണോ? നാം ജോലി ചെയ്യുന്നിടത്ത് നാം ആ ജോലി സ്ഥാപനത്തിൽ നാം ഒരു നിധിയാണോ? നാം ആ സ്ഥാപനത്തിൻ്റെ ഒരു ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഘടകമായി തീർന്നുവോ? ചിന്തിക്കൂ. നമ്മെ എവിടെയെല്ലാം കാണുന്നുവോ അവിടെയെല്ലാം സുഗന്ധം പരത്തുന്നവരാണോ? സുഗന്ധം പരത്തുക. നാം രക്ഷിക്കപ്പെടുന്നവരുടെയിലും മരിക്കുന്നവരുടെയിലും ക്രിസ്തുവിന് സൗരഭ്യവാസിനിയാകുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയും. രക്ഷിക്കപ്പെടുന്നവരുടെയിലും മരിക്കുന്നവരുടെയിലും, രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിച്ചു പോകുന്നവരുടെയിലും ഞാൻ ക്രിസ്തുവിന് സൗരഭ്യവാസിയാകുന്നു എന്ന് അപ്പോസ്തലൻ പറയും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ നമുക്ക് ആ വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. 2-ാം അധ്യായം 14-ാം വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരിടയിലും നശിക്കുന്നവരിടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന് സൗരഭ്യവാസനയാകുന്നു. രക്ഷിക്കപ്പെടുന്നവരിടയിലും നശിക്കുന്നവരിടയിലും, ആത്മാവിൽ മരിക്കുന്നവരിടയിൽ, രക്ഷിക്കപ്പെടുന്നവരിടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക്
മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതിനിടയിലും നശിക്കുന്നതിനിടയിലും ഞങ്ങൾ ക്രിസ്തുവിന് സൗരഭ്യവാസനയാകുന്നു. സഹോദരങ്ങളെ, നാം രക്ഷിക്കപ്പെടുന്നതിനിടയിൽ സൗരഭ്യവാസനയാകുന്നുണ്ടോ? വിശ്വാസികളിടയിൽ നാം മാതൃകയാകുന്നുണ്ടോ? നാം ഒരു റോൾ മോഡലാണോ? ഇത് ചിന്തിക്കൂ. ജോലി സ്ഥാപനത്തിൽ എവിടെയും ആകട്ടെ, നമ്മുടെ ജോലി സ്ഥാപനത്തിൽ ഒരു റോൾ മോഡൽ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ നോക്കി നിങ്ങളുടെ അനന്തര തലമുറ പറയുമോ, എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദർ എനിക്ക് റോൾ മോഡലാണ് പറയുമോ? നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ അവിടെയുള്ള കൂടെ ജോലി ചെയ്തവർ പറയുമോ, ഇന്നയാൾ അദ്ദേഹം ഒരു റോൾ മോഡലായിരുന്നു. റോൾ മോഡൽ. ദൈവത്തിന് സ്തോത്രം. ഒരു മാതൃകാ പുരുഷനായിരുന്നു, മാതൃകയായിരുന്നു. സുഗന്ധം പരത്തിയിട്ടുണ്ടോ നിങ്ങൾ? രക്ഷിക്കപ്പെടുന്നതിനിടയിൽ, വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല അവിശ്വാസികളുടെ ഇടയിലും നശിക്കുന്നവരുടെ നാം സൗരഭ്യവാസനയാകണം. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന, ജീവനുള്ള ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഉൾക്കൊള്ളണമെങ്കിൽ നമ്മിൽ ആ സൗരഭ്യം നിറയണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സൗരഭ്യം, സ്നേഹത്തിൻ്റെ സൗരഭ്യം. അതാണ് പിതാക്കന്മാർ പറയുന്നത് മൂറോൻ്റെ നറുമണമെന്ന്. നിൻ മുറിവുകളിൽ നിന്ന് ഏറ്റേൻ മൂറോൻ മണം എൻ നാഥ, നിൻ അധരങ്ങളഹോ പട്ടിൻ നൂലോടൊത്തുള്ളൂ. നിൻ്റെ അധരങ്ങളിൽ നിന്ന് വാർന്നൊഴുകി വീഴുന്ന വചനങ്ങൾ പട്ടിന്നൂല് പോലെ സ്നിഗ്ധമോഹനമാണ്, മൃദുല മനോഹരമാണ്. ആ പട്ടിന്നൂല് പോലെ മൃദുലമായതിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്നതായ വചനം എന്നെ സ്വാധീനിച്ചു. കർത്താവേ, അപ്പോൾ എനിക്ക് ലഭിച്ചത് മൂറോൻ്റെ നറുമണമാണ്. നിൻ മുറിവുകളിൽ നിന്ന് ഏറ്റേൻ, ഞാൻ ഏറ്റു മൂറോൻ മണം എൻ നാഥ, ഞാൻ നിൻ്റെ മുറിവുകളിൽ നിന്ന് മൂറോൻ്റെ നറുമണം ലഭിച്ചവനായി തീർന്നു. കർത്താവേ, നിൻ്റെ മുറിവുകളിൽ നിന്ന് വന്നതായി മൂറോൻ്റെ നറുമണം എനിക്ക് കിട്ടുവാൻ കാരണം നിൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന വചനമാണ്. ഈ വചനത്തിൻ്റെ മാധുര്യം, ഈ വചനത്തിൻ്റെ ആസ്വാദ്യത അനുഭവമായപ്പോൾ അതിൻ്റെ ഉറവിടം എന്തായെന്ന് അന്വേഷിച്ച് ഞാൻ പുറപ്പെട്ടു. ഭക്തൻ അങ്ങനെയാണ് പാടുന്നത്. ഇതെവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്? എന്തൊരു സുഗന്ധം! ഹൃദയത്തെ അഗാധമായി സ്പർശിക്കുന്ന, സ്വാധീനിക്കുന്ന ഈ സുഗന്ധം എവിടെ നിന്ന് വരുന്നു? ആ സുഗന്ധത്തിൻ്റെ ഉറവിടം ഏത് അറിയാനായിട്ട് ഞാൻ ഓടി. എന്നെ ഭടന്മാർ തടഞ്ഞു നിർത്തി. വിഡ്ഢിത്തമാണ്, സുഗന്ധമാണെന്നൊക്കെ പറഞ്ഞ് ഓടുന്നത് അബദ്ധമാണ്. അതൊന്നും നമുക്ക് ചേർന്നതല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തിന് ചേർന്നതല്ല, നമ്മുടെ നാടിൻ്റെ ആഭിജാത്യത്തിന് ചേർന്നതല്ല. നമ്മുടെ ഈ കാലയളവിൽ നമ്മുടെ ഈ കുടുംബക്കാർക്ക് അവരുടെ ആഭിജാത്യത്തിന് ചേർന്നതല്ല നീ കാണിക്കുന്നത്, നമ്മുടെ ഈ സഭയ്ക്ക് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മെ തടഞ്ഞു എന്ന് വരും. ഭടന്മാർ തടഞ്ഞു. പക്ഷേ സുഗന്ധം എന്നെ ഹഠാത് ആകർഷിച്ചതുകൊണ്ട് ഞാൻ ആ സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി പിന്നെയും ഓടി. ഭടന്മാരെ വിട്ട് ഞാൻ എൻ്റെ ഉറവിടത്തിലേക്ക് ഓടി. ചെന്നപ്പോൾ ഞാൻ കണ്ടതെന്താണ്? തിരുമാറു തുറന്നും തിരക്തം വാർന്നും കിടക്കുന്ന എൻ്റെ നാഥനെ ഞാൻ കണ്ടു. എൻ്റെ കർത്താവായ യേശുവിൻ്റെ തിരുവലാവിൽ നിന്നൊഴുകിയ ആ തിരക്തത്തിൽ നിന്നാണ് മൂറോൻ്റെ നറുമണം പരന്നത്. നമുക്കത് പാടി നോക്കാം. നിൻമുറിവുകളിൽ നിന്നേറ്റേൻ മൂറോൻ മണമെന്നാ, നിന്നധരങ്ങളോ പട്ടിൻ നൂലോടൊത്തുള്ളൂ. കാൺമാൻ വന്നോ എന്നെ പടർച്ചൂറ്റി ഗോകുൽത്തായി, അവരെ വിട്ടോടി. നിന്മാർന്നു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം. ഹല്ലേലൂയ. അട്ടഹസിക്കും എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ, നിൻ സ്തുതി ദൈവസുതാ പാടാൻ സ്വരമിവനിലും. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ, നിൻ സ്തുതി ദൈവസുതാ പാടാൻ സ്വരമിവനിലും. ദൈവത്തിന് സ്തോത്രം.
ഈ മൂറോൻ്റെ നിർവ്വണം എന്നെ മയക്കി. പരിശുദ്ധാത്മാവിന് സുഗന്ധം എന്നെ വശീകരിച്ചു. മൂറോൻ്റെ നിർവ്വണം എന്നെ മയക്കിയതുകൊണ്ട്, പരിശുദ്ധാത്മാവിന് സുഗന്ധം എന്നെ ആകർഷിച്ചതുകൊണ്ട്, പരിശുദ്ധാത്മാവിന് സുഗന്ധം എന്നെ വശീകരിച്ചതുകൊണ്ട് ഞാൻ ഈ സുഗന്ധത്തിൽ ഞാൻ ആസ്വദിച്ച് ഞാൻ ലയിച്ചു ചേർന്നു. കർത്താവേ, ഈ മഹാസുഗന്ധം അനുഭവിക്കാൻ യോഗ്യതയില്ലല്ലോ, അതുകൊണ്ട് നിൻ്റെ സ്തുതി പാടാൻ എനിക്ക് യോഗ്യതയില്ല, അതിനുള്ള സ്വരം എനിക്കില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നുവെങ്കിൽ അവിടെ സുഗന്ധമുണ്ട്, അവിടെ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്, ആത്മാവിൻ്റെ സ്വഭാവമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയുണ്ട്, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമുണ്ട്, നിഷ്കളങ്കമായ സ്നേഹം. അതാണ് പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്നതിനിടയിലും നശിക്കുന്നതിനിടയിലും ഞങ്ങൾ ക്രിസ്തുവിന് സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന. ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇത് കാണിക്കുന്നത്? തീത്തോസിനുള്ള ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയും, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിൽ നിന്ന് തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. എതിരാളികൾക്ക് പോലും നമ്മെക്കുറിച്ചൊരു തിന്മ പറയാൻ വക കാണരുത്. അവർ പുറമേ തിന്മ പറയുമായിരിക്കും, പക്ഷേ അത് അവരുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മെക്കുറിച്ച് നന്മ മാത്രമേ ഓർക്കാൻ കാണുകയുള്ളൂ. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയും, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വിരോധികൾക്ക് മാതൃകയായിരിക്കണം, വിശ്വാസികൾക്ക് നീ മാതൃകയായിരിക്കണം. എങ്ങനെ? വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. നാം വിരോധികൾക്ക് അവർക്ക് നമ്മെക്കുറിച്ച് തിന്മ പറയാൻ വക കൊടുക്കരുത്. വിശ്വാസികൾക്ക് നാം മാതൃകയായിരിക്കണം. ഓരോ വാക്കിലും ഓരോ നടപ്പിലും നമ്മുടെ പെരുമാറ്റത്തിലും സ്നേഹത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ആ മാതൃകയല്ലെങ്കിലോ നിൻ്റെ യൗവനം തുച്ഛീകരിക്കപ്പെടും. തിമോത്തിയോസിന് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. യൗവനക്കാരനായ തിമോത്തിയോസിന് വൃദ്ധനായ പൗലോസിയ കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. നിൻ്റെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം ചിന്തിച്ച് നോക്കൂ. നാം മാതൃകയാണോ? നാം ശരിയായ ഒരു നല്ല മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഈയിടെ വായിച്ചു രസകരമായൊരു സംഭവം. മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മോൻ പറഞ്ഞു, അപ്പനോട് പറഞ്ഞു, അപ്പാ അപ്പൻ വരാതെ ഇനി ക്ലാസ്സിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. എന്ത് പറ്റി? അപ്പോൾ ഞാനൊരു പെൻസിൽ മോഷ്ടിച്ചു. പെൻസിലോ? എങ്ങനെ? ഞാനത് അവിടെ നിന്ന് മോഷ്ടിച്ചു. അപ്പം സ്കൂളിൽ ചെന്നു. അവിടെ പ്രിൻസിപ്പലിൻ്റെ അടുക്കലേക്ക് വിളിച്ചു. പ്രിൻസിപ്പൽ ഈ കുട്ടിയോട് ചോദിച്ചു, ഇത് അപ്പനവിടെ? അപ്പനുണ്ട്, വെളിയിലുണ്ട്, വിളിച്ചു. പ്രിൻസിപ്പൽ പറഞ്ഞു, നിങ്ങളുടെ മോൻ അവൻ്റെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയുടെ ഒരു പെൻസിൽ മോഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളിങ്ങനെയൊക്കെയാണോ പിള്ളേരെ പഠിപ്പിക്കുന്നത്? അയ്യോ സാറേ, ഞാൻ ഒരിക്കലും പിള്ളേരെ മോഷ്ടിക്കാൻ പഠിപ്പിക്കുകയില്ല. അങ്ങനത്തെ സംഭവം നടക്കുകയില്ല. മെയിലിൽ ഞാൻ സൂക്ഷിച്ചോളാം, അങ്ങനെയൊന്നും നടക്കാതെ ഞാൻ സൂക്ഷിച്ചോളാം. പ്രിൻസിപ്പൽ ക്ഷമിച്ചു, പറഞ്ഞു വിട്ടു. പോകുന്ന വഴിക്ക് അപ്പൻ പറയുകയാണ്, എടാ നീ മോഷ്ടിച്ചെടുക്കണം, വല്ല കാര്യമുണ്ടോ? നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇഷ്ടംപോലെ പെൻസിൽ കൊണ്ട് തരാമായിരുന്നല്ലോ. നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഓഫീസിൽ എത്രയോ പെൻസിലായിട്ടുള്ളൂ, ഞാൻ ഒരെണ്ണം എടുത്തുകൊണ്ട് തരാമായിരുന്നല്ലോ. ഒന്നല്ല, എത്ര വേണമെങ്കിൽ കൊണ്ട് തരാമായിരുന്നല്ലോ. നീ ഇത് മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ദൈവത്തിന് സ്തോത്രം. ആ മകൻ മോഷ്ടാവായി തീർന്നതിൽ അത്ഭുതമുണ്ടോ? അപ്പൻ മോഷ്ടാവാണ്. സ്വന്തം ഓഫീസിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന്, സർക്കാരിൻ്റെ ഓഫീസാകട്ടെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനമാകട്ടെ, ഓഫീസിൽ നിന്ന് സ്വന്തം പ്രൈവറ്റ് ആവശ്യത്തിന് സാധനം എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ മോഷണമല്ലേ? ഇത് കേൾക്കുന്ന ദൈവമക്കൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്താൻ വല്ലതുണ്ടോ എന്ന് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാതൃകയായിട്ടാണോ പോകുന്നത് ഓർക്കൂ. ദൈവത്തിന് സ്തോത്രം. നാം സുഗന്ധമുള്ളവരായിരിക്കണം. അതാണ് തൈലം പൂശുക എന്ന് പറയുന്നത്. സുഗന്ധം പരത്തുക, തൈലം പൂശുക. കുളിക്കണം, തൈലം പൂശണം.
ബോവസിൻ്റെ കാൽക്കൽ ചെല്ലണമെങ്കിൽ തൈലം പൂശണം. പരിശുദ്ധാത്മാവിന് സുഗന്ധമുള്ളവരായി തീരണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കണം. തിരുരക്തത്തിൽ തന്നെ ഈ സുഗന്ധം പ്രാപിക്കണം. മൂറോൻ്റെ നിർവ്വഹണം പ്രാപിച്ച് നാം അനേകർക്ക് സുഗന്ധം പരത്തുന്നവരായി തീരണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. നിൻ്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരോടും ഇടപെടുന്നതിനായി സ്തോത്രം. മാതൃകാ ജീവിതത്തിനുള്ളതായി ആഹ്വാനം തന്നതിനായി സ്തോത്രം. മഹത്വത്തോടത്തേക്ക് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.